ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ കുറേ നാളെ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. എന്ത് കുക്ക് ചെയ്യാൻ പോണേ? ചിക്കൻ ബിരിയാണി. ഓക്കെ, സോ ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഫ്ലോപ്പ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണും, ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതല്ലായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റെസിപ്പി. ബൈ. സോ ഗൈസ്, നമുക്ക് ആദ്യം കുറച്ച് ചില്ലി പൗഡർ ഇടാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കൊറിയാൻഡർ പൗഡർ ഇടും, ആൻഡ് കുറച്ച് ഉപ്പ്, ആൻഡ് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കാൻ വേണ്ടി കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പം ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. ഓക്കെ, സോ നോക്കൂ, നമ്മളുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിനിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെക്കണം ഫ്രിഡ്ജിൽ, എന്നാലേ ഇതൊക്കെ പിടിക്കുള്ളൂ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. സോ അറ്റ്ലീസ്റ്റ് തിരക്കാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെക്കണം. ശരിക്കും നമ്മൾ ഓവർനൈറ്റാണ് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഇന്നലെ കുറച്ച് മടിയായതുകൊണ്ട് ഇന്നലെ മാരിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജ് വെക്കാം. ബൈ. ഇനി നമ്മളിതെല്ലാം ഇങ്ങനെ അടർത്തണം, കാരണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇങ്ങനെ കട്ട പോലെ കിടക്കാൻ പാടില്ല. നമ്മളത് ഫുൾ അടർത്തി എടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം ഇട്ടേ കിട്ടാവുള്ളൂ. ഒരു പാത്രം എടുത്ത് ചൂടാക്കുക. പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് സ്പൈസ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്ത് നമ്മൾ ബിരിയാണി റൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വേവാനായിട്ട് വെക്കുക. ഇനി ഒരു പാത്രം ചൂടാകുമ്പോഴത്തേക്കിനും അതിലേക്ക് എണ്ണ ആഡ് ചെയ്യുക. എണ്ണ ഒന്ന് കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കിനും അത് നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ സെയിം ഓയിലിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവോള എല്ലാം ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡനിഷ് ബ്രൗൺ ഷെയ്ഡ് കിട്ടണ വരെ സോട്ടാക്കി എടുക്കുക. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലപോലെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാവേ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ആ സെയിം ഓയിലിലേക്ക് തന്നെ ചിക്കൻ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്നെ പോലെ ആവേശത്തിൻ്റെ പുറത്ത് ആ പാത്രം മൊത്തത്തോടെ എടുത്ത് കമത്തി ചിക്കൻ ഇട്ട് വറുക്കാൻ ശ്രമിക്കരുത്. അത് വറുന്ന് കിട്ടത്തില്ല. വെറുതെ 5 മിനിറ്റിൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അരമണിക്കൂർ എടുക്കും ചെയ്ത് തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് ആദ്യമേ തന്നെ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വേഗം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റി കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ആ സെയിം ഓയിലിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചർ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റ് സ്പൈസസും ബേ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും പുതിനയില ആഡ് ചെയ്യാം. മല്ലിയിലയും പുതിനയിലയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത അണിയൻസ് കുറച്ച് കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ആ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് നമ്മൾ പാത്രം ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഫസ്റ്റ് ലെയർ റൈസ് ഇടുക. റൈസ് ആഡ് ചെയ്ത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസും കാഷ്യൂസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് പീസസും ചാറും ഒക്കെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ചോറ് തന്നെ മേളിലിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിന് മേളിൽ വീണ്ടും അണിയൻസ് ഇടുക. അങ്ങനെ ലെയർ ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മൾ ലെയർ ചെയ്ത് ഓൾമോസ്റ്റ് മേളിലെത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പുതിനയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇഷ്ടമുള്ളതൊക്കെ ഇടാം. റേസിൻസും ഇടാം. ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തില്ല. വീണ്ടും നമ്മളത് അടുത്ത ലെയർ ചിക്കൻ ഇടാം. നമ്മളങ്ങനെ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ലെയറിൽ എത്താറായി. അങ്ങനെ നമ്മൾ ഫുൾ ലെയർ ചെയ്ത് ലാസ്റ്റ് ലെയറിലെത്തി. ആൻഡ് കുറച്ച് കാഷ്യൂസും ഓണിയൻസും ബാക്കി വന്നു. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഞാൻ മേളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജിലെത്തി. നമ്മളുടെ ഐറ്റം റെഡി ആവാറായി. ഇനി ഇതൊരു 15 minutes ദം ചെയ്യാൻ വെക്കാം. എൻ്റെ കർത്താവേ, കുഴപ്പമില്ല. കണ്ടോ ഗൈസ്, എൻ്റെ ബിരിയാണി സെറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി സെറ്റായി. അത്യാവശ്യം നൈസ് ഒരു ബിരിയാണി ആയിരുന്നു. വലിയ കിടുക്കാച്ചി ഐറ്റം എന്നൊന്നും പറയില്ല, പക്ഷേ ഇറ്റ് വാസ് നൈസ്. കഴിക്കണ വീഡിയോ എടുക്കണം എന്ന് ഓർത്തതായിരുന്നു, പക്ഷെ മറന്നുപോയി കഴിക്കണം എൻ്റെ ഫ്ലോയിൽ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.